ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോഴും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വളരുന്ന ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും അതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 75-80% യൂലിപ്പായിരിക്കും അല്ലേ, മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ്. അപ്പം യൂലിപ്പ് നല്ല ഗ്രോത്ത് തരണമെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് പോകണം. മാർക്കറ്റ് നന്നായിട്ട് പോകണമെങ്കിൽ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വേണം. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു കഴിഞ്ഞ ജൂൺ 4 നമുക്ക് കൺഫർമേഷൻ കിട്ടിയ, അതായത് ഇപ്പം കഴിഞ്ഞ 2 തവണകളായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സെയിം ഗവൺമെന്റ് തന്നെ മോദിജിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയതാണ്. അതായത് നമ്മൾ ആരും മനസ്സിലാക്കാത്ത രീതിയിലൊരു ഇമ്പോർട്ടൻസ് ആണ്. കാരണം അടുത്ത 5 വർഷം ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് നമ്മളിപ്പം പൊളിറ്റിക്കലി നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, പക്ഷേ ആസ് എ കൺട്രി യു വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രോയിങ് ഇൻ എ ബിഗ് വേ. അത് നമ്മുടെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ സഹായിക്കും. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ മാർച്ച് മുതലേ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഇന്ത്യ അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ എക്കോണമിയായി മാറാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ എക്കോണമിയാണ്. സൂൺ വിൽ ബി ബീറ്റിംഗ് ജപ്പാൻ ആൻഡ് ജർമ്മനി. അതായത് US-ഉം ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ 3ാമത്തെ എക്കോണമിയായിട്ട് നമ്മുടെ ഇന്ത്യ മാറും. ഓക്കെ, അപ്പം ഇത്രയും വലിയ ഒരു സപ്പോർട്ട് സിസ്റ്റം, അതായത് നമ്മൾ എക്കോണമി ഗ്രോ ചെയ്യുമ്പോഴും ഒബ്വിയസ്ലി മാർക്കറ്റും ഗ്രോ ചെയ്യും. ഇന്ന് സെൻസെക്സ് 77,200 മുകളിലാണ്, നിഫ്റ്റി 23,500 മുകളിലാണ്. ഈ റിസൾട്ട് വന്നതിന് ശേഷം ഉള്ള 3 ആഴ്ചയും സെൻസെക്സ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് വീക്ക്ലി നോക്കുകയാണെങ്കിൽ. ഓക്കെ, കട്ടിംഗ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, വാട്ട് ഐ എം ട്രൈങ് ടു കൺവേ ഈസ് ഈ 77,200 ഇന്നുള്ള സെൻസെക്സ് അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം ഇത് ഡബിൾ ആവും. അതായത് 2 വർഷം മുന്നേ ആരെങ്കിലും നമ്മളോട് പറയാണ് ജൂൺ 2024 സെൻസെക്സ് 77,000 ആവും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നിഫ്റ്റി 23,500 ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിച്ചിട്ടാവില്ല. അതേപോലെ ഇന്ന് പറയാണ് 1 ലക്ഷം സെൻസെക്സ് നമുക്ക് 1 വർഷം കൊണ്ട് കാണാൻ പറ്റുന്ന പറയുന്നത്. അപ്പം ഇത്രയും വലിയ ഒരു ബ്ലെസ്സിങ് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ ട്രിപ്സിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ ശരിയും കുറേ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇപ്പോൾ വിയറ്റ്നാമിൽ പോയിട്ട് വന്നു. അതിൽ കൂടുതൽ ചെയ്തവർക്ക് ഇനിയിപ്പോൾ ന്യൂസിലാൻഡിൽ നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ എത്രയോ യൂറോപ്യൻ കൺട്രീസ് കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു 10-25ഓളം കൺട്രീസ് യൂറോപ്പിൽ മാത്രം കവർ ചെയ്തു. എന്നെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓൺ ആവറേജ് പെർ മന്ത് 5 lakhs മുകളിൽ ഞാൻ ഇൻകം ICICI പ്രൊഡക്ഷനിൽ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് ഇൻകം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. ബിക്കോസ് ഞാൻ പറയുന്നത് അടുത്തൊരു 5 വർഷം അത്രയും നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുള്ള വേരിയസ് ഫാക്ടേഴ്സ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഈ ബ്രാഞ്ചിലും ഉണ്ട്. ഈ സംബഡി ക്യാൻ ഡു എ പ്രോപ്പർ, എന്തുകൊണ്ട് നമ്മൾക്കും അത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. ഇതേ ബ്രാഞ്ചിലുള്ള ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കും അതായിക്കൂടാ. ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇതിലൊരു റോക്കറ്റ് സയൻസും ഇല്ല. റിലേഷൻഷിപ്പ്, ഞാൻ എപ്പോഴും പറയും, ദിസ് ബിസിനസ് ഇസ് നത്തിങ് ബട്ട് റിലേഷൻഷിപ്സ്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മൾ കാണുക. അവർക്ക് എപ്പോഴും നമ്മൾ ആക്സസിബിൾ ആയിരിക്കുക. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലേ. എല്ലാവരും അല്ലേ, എം എ റൈറ്റ് ഓർ നോട്ട്? നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ച് ലോകത്തിൻ്റെ ഏത് ഫോണിലായിക്കോട്ടെ അത് അയാൾ വായിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് അറിയാൻ പറ്റുന്നു അല്ലേ. ബ്ലൂടിക്ക് വന്നാൽ അയാൾ വായിച്ചു എന്ന് അർത്ഥം.
അപ്പൊ ഇത്രയും നല്ലൊരു ബ്ലെസ്സിങ് കമ്മ്യൂണിക്കേഷന്റെ രൂപത്തിൽ നമുക്ക് ഉള്ളിടത്തോളം കാലം ലോകത്തിൽ എവിടെ ആയിക്കോട്ടെ ഡിജിറ്റലി നമ്മൾക്ക് ഒരാളെ ഒരു ഇന്ത്യൻ സിറ്റിസനെ ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കസ്റ്റമർ ആക്കാൻ പറ്റിയ ഒരു ബിസിനസ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഏതൊരു 240 കോടി ഇന്ത്യക്കാര് നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലയൻസ് ആണ്. വേറെ ഒരു ബിസിനസ് ഓണേഴ്സിനും അല്ലെങ്കിൽ വേറെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാൾക്കും കിട്ടാത്തത്ര പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ് നമ്മൾക്കുള്ളത്. എന്നുവെച്ചാൽ എനി ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ ബി അവർ ക്ലയൻറ്റ് നോ മാറ്റർ ഓൺ വിച്ച് പാർട്ട് ദേ ആർ ഇൻ ദ ഗ്ലോബ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഇതൊരു പാർട്ട് ടൈം ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, കാരണം ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ട്രിപ്സിന്റെ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ അപ്രീസിയേഷന്റെ രൂപത്തിലായിക്കോട്ടെ, വേറെ ഒരു ജോബ് ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അടുത്ത 5 വർഷം നമ്മൾ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്ന പോലെ വേറെ ഒരു ഇൻഡസ്ട്രിയും ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ബിസിനസ്. അത് ചെയ്യാനുള്ള എന്താ പറയുക കൺവീനിയൻസ് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം ഡിജിറ്റലാണ്, പേപ്പർ വർക്ക്സ് ഒന്നുമില്ല. പിന്നെ ഒരു വലിയ ടീം എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഗ്രോ ചെയ്യുന്ന ഒരു ബ്രാൻഡ്, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, അത് ഡെയിലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ICICI എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബ്രാൻഡ് വാല്യൂ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് അല്ലേ. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യുക. ഇപ്പം ഞാൻ വാലിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഫേം നടത്തുന്ന ഒരാളാണ്. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്കൊരു യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇതിവിടെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് മാക്സിമം ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ ശ്രീനിയും നമ്മുടെ മാനേജേഴ്സും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി പറയാൻ, ടീം ഗെയിം. നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യണ്ട. നമ്മൾ ആകെപ്പാട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുക. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് റിവേഴ്സ് സൈക്കിൾ വരാൻ വേണ്ടി പോവാണ്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റീപ്പോ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അമേരിക്കയിൽ ഫെഡറൽ റിസർവ് ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ ബാങ്കുകളും, അതായത് നമ്മളെ പോലെയുള്ള റിസർവ് ബാങ്കിനെ പോലെയുള്ള അവരുടെ സെൻട്രൽ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെയും ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നു തുടങ്ങി. ക്രൂഡ് ഓയിൽ ലക്കിലി ഒരു $80 to $85 തന്നെ നിൽക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കും. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയാനും തുടങ്ങും. FDന്റെ റേറ്റ് ഇപ്പം തന്നെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാത്ത രീതിയിലുള്ളത്. അത് ഇനിയും താഴെ വരാൻ വേണ്ടി പോവാണ്. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റോ കഴിഞ്ഞൊരു വർഷം നമ്മുടെ ഫണ്ടുകൾ, ഒട്ടുമിക്ക ഫണ്ടുകൾ യൂറോപ്പിൽ ഇക്വിറ്റി ഫണ്ട്സ് 50% കൂടെ റിട്ടേൺസ് കൊടുത്തു. ഓക്കെ, 50%. ഞാൻ പറഞ്ഞ 15 അല്ല, 50%. അപ്പം ബാങ്കിൽ നിന്നും അവർക്ക് കിട്ടുന്നത് 6-7%. അതിൽ അവർക്ക് TDS കൊടുക്കണം. ഇൻഫ്ലേഷനും കൂടി കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക റിട്ടേൺസ് നെഗറ്റീവാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ FD മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലമാണ് മലബാർ ഏരിയ. നമ്മളടക്കമുള്ള മലബാർ ഏരിയ കോടിക്കണക്കിന് ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ FD ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ദിസ് ബിസിനസ് ഇസ് വെരി വെരി സിമ്പിൾ. അവരോട് പറയാം, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ചുരുങ്ങിയത് 2-3 ഇരട്ടി റിട്ടേൺസ്. നിങ്ങളുടെ മുഴുവൻ എമൗണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു 10-15% ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്കും ഇത് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ക്ലബും ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. ഒട്ടേറെ വിദേശ യാത്രകൾ ഉണ്ടാവട്ടെ. നല്ല നല്ല രീതിയിലുള്ള എന്താ പറയുക അപ്രീസിയേഷൻസും ബെനിഫിറ്റ്സും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് വൺസ് അഗൈൻ.